ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ കൊറത്തിക്കോയിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ നല്ലോണം വിനാഗിരിയും ഉപ്പിട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ നമ്മൾ കളറിന് വേണ്ടിയിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് അങ്ങനെ സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷല്ല, കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത്, കൈകൊണ്ട് മിക്സ് ചെയ്യാം, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം, എന്തുകൊണ്ടും മിക്സ് ചെയ്യാം. ഞാൻ ഉപ്പ് കുറച്ച് ഏറിയെന്ന് വിചാരിച്ച് ഞാനൊരു പിഞ്ചെടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. പിന്നെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ. അപ്പോൾ മസാലയൊക്കെ തേച്ചു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ച്, ഇതിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു 4-5 ബ്രോസ്റ്റ് ഉണ്ടാക്കി വെച്ച വെളിച്ചെണ്ണയാണ്. കാരണം ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല, പാം ഓയിലോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാവട്ടെ. ചൂടാവുമ്പോഴത്തേന് നമുക്ക് അതിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിക്കുള്ളൊരു മസാല ഉണ്ട്, ആ മസാല സെറ്റാക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ പരന്ന പാത്രം ചട്ടി എടുക്കാൻ, അല്ല പാൻ എടുക്കാൻ കാരണം പെട്ടെന്ന് ഒറ്റ ട്രിപ്പ് തന്നെ തീരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ ഒറ്റയടിക്ക് എനിക്ക് തീരണം. അപ്പോൾ ഒക്കെ അതാണ് ഞാൻ പാൻ എടുത്തത്. അപ്പോൾ എണ്ണ മുക്കി പൊരിക്കണതാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇവിടെ ഉള്ളക്കാല എണ്ണയിൽ അങ്ങനെ മുക്കി പൊരിച്ച് ഭക്ഷണത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് കൂടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാ ചിക്കനും ആ ഒരൊറ്റ പാനിൽ തന്നെ നമ്മൾ ഇട്ടു. പിന്നെ അത് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പോൾ തന്നെ എന്താ ഭംഗിയില്ലേ ഈ ചിക്കൻ കാണാൻ, ഇങ്ങനെ പൊട്ടിപ്പൊരിണ കാണുമ്പോൾ ഒരു മനസ്സുഖമാണ്. അപ്പം ഞാൻ അത് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സെറ്റാക്കാം. കമോൺ. മണം അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച വേണം അല്ലേ? പോയി കിടന്ന് ഉറങ്ങു വേണ്ടേ? അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച വേണം അല്ലേ? പോയി കിടന്ന് ഉറങ്ങു വേണ്ടേ? അല്ല. അപ്പോൾ ചിക്കൻ സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഒരു ഓണിയൻ ചോപ്പ് ചെയ്തത്, അപ്പോൾ ചെറുതായി കുനുകുന അരിഞ്ഞ ഓണിയനാണ് ആവശ്യം. അപ്പോൾ എൻ്റെ കയ്യിന് പെട്ടെന്ന് കൈ മുറിയാകുന്ന ആളായത് കൊണ്ടും അടുക്കളയിൽ കയറി എപ്പം നോക്കിയാലും ഒരു പാടുള്ളത് കൊണ്ടും ഞാൻ പെട്ടെന്ന് ചോപ്പർ ഉപയോഗിച്ചിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. അതാണ് സുഖം. മറ്റേത് നമ്മളൊരു ആയുധം വെച്ചുള്ള കളി നമുക്ക് നടക്കൂല ഗൈസ്. അപ്പോൾ നല്ല അടിപൊളിയായി ചോപ്പ് ചെയ്ത് വന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഇതിൽ അരിഞ്ഞ നല്ല സുഖം, നമുക്ക് പണിയും കുറവാണ്. അത് വലിച്ചണ ആ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് നമ്മളെ ഉള്ളി സെറ്റായിട്ടുണ്ട്. അടിപൊളിയായി സെറ്റായി വന്നു കേട്ടോ. ചില ചോപ്പർ തീരെ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവില്ല. എത്ര പൈസ കൊടുത്താലും നമുക്ക് നഷ്ടമായില്ല. പക്ഷേ ഈ ചോപ്പർ ഫ്രീ കിട്ടിയതാണ്. നല്ല അടിപൊളി ചോപ്പറാട്ടോ. നമ്മളെ ഉള്ളി സെറ്റായി. അപ്പോൾ ഇനി ഒരു പിടി വെളുത്തുള്ളി, കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി. ഇത് പിന്നെ ചോപ്പറിൽ കുറച്ചാണ്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കൈ കൊണ്ട് തന്നെ മെനക്കെട്ടു എന്തായാലും. അപ്പോൾ ഉള്ളി കുനുകുന അരിഞ്ഞു, അതും സെറ്റാക്കി. ഇനി തേങ്ങ ആവശ്യമാണ് ഇതിന്. ഒരു പിടി തേങ്ങ. കാശ്മീരി മുളകാണെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണ് ഉള്ളത്. അത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം തേങ്ങ ചെറിയപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പോൾ ഞാനപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കണത് അതാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കിയ അത്ര സുഖമല്ല. പക്ഷേ കൈമ തട്ടിയാലും മുളക് പൊടിയല്ലേ, നീറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല. പിന്നെ നമ്മൾ അടുത്ത പാൻ സെറ്റാക്കി ചിക്കൻ പൊരിച്ചു. ആ അടിയിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, എൻ്റെ ശ്രദ്ധ മാറിയ ഇടയിൽ. എന്തായാലും നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടായി വന്ന ശേഷം നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ എണ്ണ ചൂടായി വരട്ടെ. സിനിമയിലൊക്കെ കാണാൻ ചൂടായോ എന്നറിയാൻ കജ്ജിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കും. ഞാനും അതേപോലെ വെച്ച് നോക്കി. ചൂടായി ഏകദേശം തോന്നിയപ്പോൾ അതിക്ക് പെരിഞ്ചീരം, ഒരു നുള്ള് പെരിഞ്ചീരം ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗാർലിക്കും
കുനുകുന അരിഞ്ഞ് വെച്ച ഗാർലിക് ഇട്ടെടുത്തു. കുനുകുന എന്ന് അരിയണ ചതച്ചാൽ ഈ എന്താ പറയുക ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ ജസ്റ്റ് ഒന്ന് മൂത്ത ശേഷം അതിക്ക് കറിവേപ്പില 2-3 വറ്റൽമുളക്. കറിവേപ്പില അതിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമുള്ളതിനനുസരിച്ച് കുറച്ചും കൂട്ടിയും ഇടാം. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. എനിക്ക് തോനെ കറിവേപ്പിലേൻ്റെ ഫ്ലേവർക്ക് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കുറച്ചുള്ളതിനോടെ ഈ നട്ടപ്പയറാക്കി എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനാവില്ല വിചാരിച്ചിട്ടാണ്. പിന്നെ ആ അരിഞ്ഞ് വെച്ച ഒണിയന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഉള്ളി ഇട്ടപ്പോഴാണ് ഒണിയൻ ഇട്ടപ്പോഴാണ് ഞാൻ എണ്ണ കുറവാണെന്ന് മനസ്സിലായത്. ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളി പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി നമ്മളൊരു ആവശ്യത്തിന് ഉപ്പ്, കാരണം ചിക്കൻ പൊരിച്ചതിൽ കുറച്ചൊരു ഉപ്പ് കുറവ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചിക്കൻ പൊരിച്ചതിൽ കൂട്ടിനനുസരിച്ചാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അതിൽ കൂടുതലിട്ടുണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി. പക്ഷേ അതിൽ കുറവ് ചെയ്യുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ കുറച്ചധികം ഉപ്പ് ഞാൻ ആഡ് ചെയ്തു നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ആ പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പൊരിച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് പാളിപ്പോയിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറി, അതിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇത് കഴിച്ചപ്പോൾ അറിയണമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഏകദേശം ഒരു കമ്മട്ട് എനിക്ക് ഏകദേശം ഒരു അളവ് അറിയുന്നതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. 1 ടീസ്പൂണ് ആഡ് ചെയ്താൽ മതി. അത് കളറിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കാശ്മീരി മുളക് പൊടി കൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്പൈസിനെസ് ഇല്ലാത്ത സാധനമാണല്ലോ അത്. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. സ്പൈസിക്ക് കാര്യമായിട്ട് അതിൽ കുരുമുളക് പൊടി തന്നെ ഉള്ളൂ. ഞാൻ കുരുമുളക് പൊടി കുറച്ചേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മക്കൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തുള്ളൂ. ഇത് എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി അധികം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം ഇളക്കിയിട്ടാട്ടോ ഞാൻ അടുത്ത മസാലപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇത്ര ഞാൻ ഇനി ഒന്നൊക്കെ എടുക്കാൻ ആ മസാല ഒന്ന് യോജിക്കട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ സെറ്റാക്കി ഇടാണ്ട്. പൊടികൾ ഞാൻ അപ്പോഴും ഇപ്പോഴും ആയിട്ടാണ് ഇട്ടത്. ഇപ്പം ഞാൻ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. അത് കുറച്ച് കുറവാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ലേശം കൂടി ഇട്ടു. കാരണം ഞാൻ അധികം സ്പൈസി പേഴ്സണലി ഞാൻ ഒഴിവാക്കി ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് കഴിക്കാൻ കഴിയൂല എന്നുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും ഞാൻ അങ്ങനെ സ്പൈസി യൂസ് ചെയ്യാറില്ല, എനിക്കിഷ്ടമില്ല. അപ്പോൾ നമ്മൾ പെപ്പർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച തേങ്ങയും കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ച ആ മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതായിരിക്കും ചേരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക. നല്ല അടിപൊളി സാധനം കേട്ടോ, ഒന്നും പറയാല്ല. ഇത് മിക്സ് ചെയ്തിട്ട് ഓപ്ഷണലാണ് ഇനിയുള്ളത്. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ടേസ്റ്റ് കൂടാനാട്ടോ ആഡ് ചെയ്യണത്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ചപ്പും പൊതിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചപ്പും പൊതിനും ഞങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ ബാക്കിയുള്ള ചപ്പും പൊതിനയും ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു ഡെക്കറേഷന് വേണ്ടിയിട്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. അത് ഞാൻ അങ്ങനെ കിടന്ന് വാടിക്കോളും. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ കൊറത്തിക്കോയി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ. നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ.